നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 2026 മാർച്ച് 26 കാലത്ത് 5 മണി മുതൽ, അതായത് 1201 മീനമാസം 12 മുതലാണ്. 25 ദിനങ്ങൾ മാത്രമാണ് മേടൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്നത്. ഈ 25 ദിനക്കാലം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ ശുക്രൻ പ്രദാനം ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എന്ന ചർച്ചയാണ് നാം ഇവിടെ ചെയ്യുന്നത്. തൻ്റെ ഉച്ചക്ഷേത്രത്തിൽ ശുക്രൻ വളരെ നല്ല ഫലങ്ങൾ ചെയ്തിരിക്കാം. കാരണം ശുക്രൻ ഉച്ചക്ഷേത്രത്തിലാണ്. ഇപ്പോൾ ശുക്രൻ നിൽക്കുന്നത് തൻ്റെ സുക്ഷേത്രത്തിലാണ്, ചൊവ്വാക്ഷേത്രത്തിലാണ്. ചൊവ്വാക്ഷേത്രത്തിൽ ശുക്രൻ വന്നാലും ശുക്രക്ഷേത്രത്തിൽ ചൊവ്വ വന്നാലും ഫലങ്ങൾ നല്ലതാണെങ്കിലും പലപ്പോഴും ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള യാത്രയിൽ പല ക്ലേശങ്ങളും അനുഭവിക്കാൻ ഇടയുണ്ട്, സംഭവിക്കും. മേടത്തിലെ ശുക്രൻ്റെ ആശ്രയഫലം പറഞ്ഞിരിക്കുന്നത് പരയുവതിരഥ തദർത്ഥവാദേഹി ഹൃദവിഭവ കുലവാംസന കുജക്ഷ എന്നാണ്. പരയുവതിയിൽ താല്പര്യമുണ്ടാവുക, അതിനുവേണ്ടി തൻ്റെ വിലപ്പെട്ട പേരും പ്രശസ്തിയും ധനവും നശിച്ചു പോവുക, കുലത്തിനെ പറയിപ്പിക്കുക എന്ന ഒരു വിഷയമാണ് മേടത്തിലെ ശുക്രന് വരുന്നത്. അതിനാൽ പലപ്പോഴും ഈ മേടത്തിലെ ശുക്രനെ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീ വിഷയത്തിൽ അപഖ്യാതിയും ധനനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാം. അനാവശ്യമായ പൊങ്ങച്ചങ്ങളും ഒക്കെ കാട്ടി ധനനഷ്ടങ്ങളും സംഭവിക്കാം. മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. 12ാം ഭാവം നല്ലൊരു ഭാവമാണോ? അല്ല. ഏത് ഗ്രഹങ്ങൾ 12ാം ഭാവത്തിൽ നിന്നാലും ദോഷമാണ് പറഞ്ഞിരിക്കുന്നത്. ശുഭഗ്രഹങ്ങളായാലും പാപഗ്രഹങ്ങളായാലും 12ൽ ശുഭഗ്രഹം നിൽക്കുമ്പോൾ ആകെ ശുഭഫലം പറഞ്ഞിരിക്കുന്നത് ശുക്രന് മാത്രമാണ്. വരാഹമിഹിര ആചാര്യൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സധനോന്ത്യേ, ഈ വ്യക്തി ധനത്തോടു കൂടിയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇടവൻ രാശിയുടെ അധിപനായ ശുക്രനാണ് 12ൽ നിൽക്കുന്നത് എന്നതുകൊണ്ട് ഈ 25 ദിവസക്കാലം ശുക്രൻ ചില സൗഭാഗ്യങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാക്കാം. അവർക്ക് സാമ്പത്തികമായി ബെനിഫിറ്റ് ഉണ്ടാക്കാം. ചില പ്രത്യേക വ്യാപാരത്തിലൂടെയൊക്കെ അവർക്ക് ധനം ലഭിക്കാം. ശാരീരികമായ ഡയാലിസിസ് പേഷ്യൻസ് അല്ലെങ്കിൽ ഡയബറ്റിക്സ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. അവർക്ക് പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ, പ്രമേഹ പൊട്ട് എന്നൊക്കെ പറയും, പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ, കണ്ണുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഷുഗർ പെട്ടെന്ന് മാനസിക സംഘർഷം കൊണ്ടുമ്പോൾ വളരെയധികം വർദ്ധിക്കുന്ന സമയമാണെന്ന് കൂടെ അറിയുക. ഇവിടെ 12 ശുക്രൻ നിൽക്കുമ്പോൾ ചമത്കാരി എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന ഫലം സമ്മിശ്ര ഫലമാണ്. കഥാപ്യേതി വിത്തം വിലിയേത നിത്യം. ചിലപ്പോൾ ധനം കിട്ടും, പലപ്പോഴും ധനം നശിച്ചു പോവുകയും ചെയ്യും. ഭൃഗുർദ്വാദശേ കേളിസൽ കർമ്മശർമ്മ ഗുണാനഞ്ച കീർത്തേഹ ക്ഷയം മിത്രവൈരം. ഗുണത്തിൻ്റെയും കീർത്തിയുടെയും ക്ഷയമാണ് ഉണ്ടാവുക. മിത്രവൈരം, സുഹൃത്തുക്കൾ ശത്രുക്കളാവും. സ്നേഹം കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ജനാനം വിരോധം സദാസോ കരോതി. ജനങ്ങളുമായുള്ള വിരോധം അദ്ദേഹം നേടും. നല്ല ഫലമാണോ? അല്ല. ശുക്രൻ ഇമോഷണൽ പ്ലാനറ്റാണ്. ബന്ധങ്ങൾ തകർക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. പലപ്പോഴും നിസ്സാരമായ ചില ലാഭത്തെ ചൊല്ലി പരസ്പരം ശത്രുക്കളാകും. ശത്രുപതിയായ ഗ്രഹമാണ് 12ൽ നിൽക്കുന്നത്. അനാവശ്യമായ ചെലവുണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ ഫോർ എക്സാമ്പിൾ ഒന്നിച്ച് ടൂർ നടത്തുക, ഒന്നിച്ച് യാത്ര ചെയ്യുക, പെട്ടെന്ന് തന്നെ അവസാനം കണക്കൊക്കെ കൂട്ടുമ്പോഴാണ് പലപ്പോഴും പരസ്പരം തെറ്റിപ്പോവുക. നമ്മുടെ നാട്ടിൽ സംഘങ്ങളൊക്കെ ഉണ്ട്, കുറികളൊക്കെ, അവരൊക്കെ കണക്ക് കൂട്ടുമ്പോഴാണ് ഈ വക ഘട്ടത്തിൽ പരസ്പരം ശത്രുത ഉണ്ടാവുക. അതിനാൽ ശ്രദ്ധിക്കണം. ഇവിടെ വെള്ളിയാഴ്ച നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു നാളികേരം കൊണ്ട് മുട്ടറക്കണം. അനാവശ്യം ഒരു ശത്രുതയ്ക്കും സ്ഥാനം കൊടുക്കാൻ പാടില്ല എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരെന്ന് അറിയുക. നന്ദി, നമസ്തേ.